നമസ്കാരം. തീർത്ഥാടന നഗരിയാണ്. ഒരു പക്ഷേ ഒരു ഇത്രയും വലിയ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ യുവോത്സവം എന്ന് പറയുന്നത് അവിടെ പോലും ഒരു പക്ഷേ ഇത്രയും ആഹാരം കൊടുക്കുന്ന ഒരു ഉണ്ടാവില്ല. കാരണം എത്ര ആഹാരം 5000 രൂപയാണല്ലേ? നിങ്ങൾ അരിയൊക്കെ വയ്ക്കുന്നത് എങ്ങനെയാ? എത്രത്തോളം വയ്ക്കും അരിയൊക്കെ ഒരു ദിവസം? അല്ല, എത്ര കിലോ അരി വെക്കുമെന്ന് പറയാം? എത്ര ചാക്ക് അങ്ങനെ ഒരു കണക്കൊന്നുമില്ലേ? 100 കിലോ? ഏതായാലും അത്രയും വലിയൊരു സദ്യാലയമാണ്. ഒരു സേവനമല്ലേ ഇത്? എത്ര പേർക്ക് കൊടുത്തു കാണും ഒരു ദിവസം? 5000. അത്രയും വരുമല്ലേ? ഈ ആഹാരമൊക്കെ വയ്ക്കുന്ന രാത്രിയല്ലേ നിങ്ങൾ വയ്ക്കുന്നത്? രാവിലെ കാപ്പിയില്ലേ? വൈകുന്നേരം ഇല്ലേ കാപ്പി? ഉച്ചക്കിന്റെ രാത്രി ചോറ് കാപ്പിയല്ല, രാവിലെ കാപ്പിയല്ലേ? കാപ്പിക്ക് എന്താ കൊടുക്കുന്നത്? ഉപ്പുമാവ്. ശരി. ഏതായാലും എന്താ പറയാ, അത്രയും വലിയൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത്രയും ജനങ്ങള് ഇവിടെ നിന്നൊക്കെ വരുന്നറിയാം. ഞാനിപ്പോ പരിചയപ്പെട്ട കുറെ ആൾക്കാർ കണ്ണൂരിൽ നിന്ന്, ഏറ്റുമാരുന്ന്, കോട്ടയത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട്. മക്കളെ, ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? നല്ല ഫുഡല്ലേ? എന്താ പറയാ, ഒരേ മനസ്സോട് കൂടി അവരൊക്കെ ഇന്ന് കഴിക്കുന്ന കാഴ്ച കാണുന്നത് തന്നെ വളരെ സന്തോഷമാണ്. ശശി, എവിടുന്നാ വന്നേ? ജലമേന്ന്. ആഹാരം എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഫുഡല്ലേ? ശരി ശരി. ഏതായാലും എന്താ പറയാ, ഏതൊരു വിധ വിഷയം നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മളിവിടെ വാർത്ത ചെയ്തായിരുന്നു. അന്നും ഇതേപോലെ നിറഞ്ഞ മനസ്സോടുകൂടി മടങ്ങിപ്പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടായിരുന്നു. ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. എല്ലാവരും പരിചയപ്പെടും. ചേച്ചി എവിടെ സ്ഥലം? ചേച്ചി എവിടെയാ പറയുന്നില്ലേ? എവിടെ സ്ഥലം? എവിടെ? കായംകുളത്ത് നിന്നല്ലേ? ശരി. ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? എപ്പോഴാ വന്നേ? രാവിലെ കാപ്പി കുടിച്ചായിരുന്നോ? വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നു. കായംകുളത്ത് നിന്ന് ആൾക്കാർ അങ്ങനെ ഒരുപാട്. അമ്മയൊക്കെ ഉണ്ട്. അമ്മ എവിടുന്ന അമ്മ വന്നേ? കോവളത്തല്ലേ? ഇന്ന് നടന്നാ വന്നേ? വണ്ടിയിൽ എങ്ങനെയാ വന്നത്? ചേച്ചി ഇത്രയും ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേര് വന്ന് അവർക്ക് ഇത്രയും ഭക്ഷണം കൊടുക്കുക എന്നുള്ള വലിയ കർത്തവ്യമാണത്. ഒരുപാട് പേർക്ക് ഇതേപോലെ ഇതിപ്പോ ഒരു ദിവസം ഇത്ര അരിയിടും, ഇത്ര ഭക്ഷണം കൊടുക്കും? 3500 കിലോ ഇട്ടു. 3500? ഒരു ദിവസം 3500 കിലോ ഇലയിടും. 6000-7000 പേർക്ക് വരും എന്ന് പറയാം. മൊത്തം 35000 പേര് വേണ്ടി കഴിച്ചു. 35000 പേര് കഴിച്ചു അല്ലേ? രാവിലെ ഇപ്പൊ 7000 പേര് ഉപ്പുമാവ് കഴിച്ചു. ഇപ്പൊ 2000 കിലോ അരി ഇട്ടിട്ടുണ്ട്. ഉച്ചക്കൊക്കെ മാത്രം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം തിരക്കായി. 2000 കിലോ അരി ഇപ്പൊ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പം തിരക്കായി. ഇനിയിപ്പം കൂടുതൽ ഇടേണ്ടി വരും. ഇനി വൈകിട്ടത്തേക്ക് വേറെ ഇടേണ്ടി വരും. അവിടെ എല്ലാം സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നവര്. ശരി ശരി. എന്തായാലും വലിയൊരു ഉദ്യമമാണ്, വലിയ കർത്തവ്യമാണ്. കാരണം ഇത്രയും പേർക്ക് സ്വാഷ്ടമായ ഭക്ഷണം കൊടുക്കുക, അത് മാത്രമല്ല ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യമല്ലേ? കാണാം കാഴ്ചകൾ ഇതൊക്കെയാണ്. തീർത്ഥാടകരുടെ കാഴ്ചകളാണ് നമ്മൾ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരെ ഒരുമിച്ച് ഭക്ഷണം കൊടുത്തൊക്കെ ഒരു സംഘാടന മികവ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താ പറയുക, ഇത്രയും ആൾക്കാരെ ഭക്ഷണം കൊടുക്കുക, എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ പോയില്ലേ? അപ്പൊ അത്രയും ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാതെ ഭക്ഷണം കൊടുക്കുന്നു, എല്ലാവരും സന്തോഷം കഴിക്കുന്നു. ഒരുപാട് അങ്ങ് കാസർഗോഡ് വന്നിട്ട് ഈ കോളം വരെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഇനി നമുക്ക് കുറച്ച് വേറെ കാഴ്ചയോട് കാണാം. ക്യാമറ അനീഷ് മംഗലാപുരത്തിൽ ശ്രീകുമാർ സൈനിക.